പ്രധാനമായും ഞങ്ങൾ വന്നത് ഈ വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ വേണ്ടി സാധിച്ചുള്ള നന്ദി, ആക്ഷൻ കൗൺസിലിനുള്ള നന്ദി, മലയാളി സമൂഹത്തിൻ്റെ നന്ദിയും അറിയിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഞങ്ങളുടെ പരിശ്രമങ്ങളുടെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ടുണ്ടായിരുന്നത്. പ്രതീക്ഷയൊക്കെ ഏകദേശം അസ്തമിച്ചൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ വലിയ രീതിയിൽ നമുക്ക് അതിന് സഹായകമായി. അതിനുള്ളൊരു നന്ദി, ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ഞങ്ങളിവിടെ വന്നത്. പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും, അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ എങ്ങനെ ഫലപ്രദമായി നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളത് കൂടി ആലോചിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. അതിനുള്ള എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഇന്നും അവിടെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് നല്ലൊരു വാർത്ത വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെ കരുതുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ പണം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമാവില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം ഈ ലോകത്താകെയുള്ള മലയാളി സമൂഹം, ഇന്ത്യൻ സമൂഹം ഒക്കെ വലിയ രീതിയിലുള്ള പിന്തുണ ഇതിനു വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. നിരവധിയായ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെടുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായിട്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, കാരണം അവിടെ ഒരു ചർച്ച നടക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമം, ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന വളരെ നെഗറ്റീവായ ചില കമൻറ്റുകളും വാർത്തകളൊക്കെ അപ്പോൾ തന്നെ അവരെ കുടുംബത്തിലും എത്തുന്നുണ്ട്. കാരണം അവിടെയൊക്കെയുള്ള യമനികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളം പഠിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളൊക്കെ ഇവിടെ അറിയുന്നതിന് മുൻപ് തന്നെ ആ വിവരങ്ങളൊക്കെ കുടുംബത്തിലും അവരുടെ ഗോത്രത്തിലും, അതാണ് പ്രധാനം. അവിടുത്തെ ചുറ്റുപാടുള്ള സമൂഹം വളരെ പ്രധാനമാണ്, സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനത കൂടിയാണ്. അപ്പോൾ അവിടെയൊക്കെ എത്തുന്നുണ്ട്. അപ്പം അത്തരം നെഗറ്റീവായ വാർത്തകൾ പലപ്പോഴും വലിയ വിപരീത ഫലമാണ് നമുക്കുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ഞങ്ങളെ മുന്നിൽ പറയുന്നുള്ള പ്രയാസമുണ്ട്. പക്ഷേ എന്തായാലും പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എല്ലാ തലത്തിലും. ഇപ്പോൾ ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുള്ളതായാലും അവിടെ നേരത്തെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാഗമായി നിലവിൽ നടന്നിട്ടുള്ള പ്രോസസ്സിൻ്റെ തുടർച്ചയായാലും ഒക്കെ അതൊരു ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് ഗുണപരമായൊരു എത്തിപ്പെടുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായം വേണം. അത് വളരെ പ്രധാനമാണ്. മാധ്യമങ്ങൾ എന്നാണ് ഡേറ്റ്, എത്ര ദിവസത്തേക്ക് നീട്ടിവെച്ചതെന്നൊന്നും അതിലില്ല. അപ്പോൾ അത് ഏത് സമയത്ത് നടപ്പാക്കാം എന്നുള്ളതും കൂടെ അതിൻ്റെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ്. അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചൊന്നുമില്ല. അത് ഇതിപ്പോൾ മാറ്റിവെച്ചതുപോലെ തന്നെ നടപ്പിലാക്കാനുമുള്ള സാഹചര്യം ഒരു പക്ഷേ പിന്നെ ഒരു വിപരീതമായ അന്തരീക്ഷത്തിലാണെങ്കിൽ ചിലപ്പോൾ അതും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് വരുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകണം. അതിനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് അവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ, അതിൻ്റെ തുടർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ കുടുംബവുമായിട്ട് വളരെ പോസിറ്റീവ്. നിരാശപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. നമ്മൾ നല്ല പ്രതീക്ഷയോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇവിടെ മർക്കസ് നിർവഹിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു പങ്കുണ്ട്. ആ പങ്കാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിൽ, അല്ലെങ്കിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ആ ഒരു മഹാസങ്കടം ഒഴിവാക്കിയെടുക്കുന്നതിൽ ഈ സ്ഥാപനവും ബഹുമാനപ്പെട്ട ഉസ്താദും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്കിന് നന്ദി അറിയിക്കാൻ ആക്ഷൻ കൗൺസിൽ ചുമതലപ്പെടുത്തിയതനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഉസ്താദിനെ കണ്ട് ഈ നന്ദി പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ, ഇപ്പം നേരത്തെ ചോദ്യം വന്നു, എവിടെയുള്ള മറ്റുള്ള ഒരു രാജ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വധശിക്ഷയാകുമ്പോൾ അതിനുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് അത്രയും ഒരു വൈകാരികമായിട്ടുള്ള വിഷയമാണിത്. ആ വൈകാരിക വിഷയത്തെ നമ്മൾ തന്മയത്വത്തോടുകൂടി നേരിടുകയും കുടുംബത്തിലേക്ക് ഈ ഒത്തുതീർപ്പിനാവശ്യമായിട്ടുള്ള നിലപാടിലേക്ക് അവരെ മനഃപരിവർത്തനം ചെയ്യിക്കുക എന്നുള്ള ദൗത്യമാണ് ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാർ. അവരത് നിർവഹിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ കണ്ണുകളും ഈ സ്ഥാപനത്തെയും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെയും പ്രവർത്തനങ്ങളെ നോക്കിയാണ് ഇപ്പം നിൽക്കുന്നത്. അതെ, ഓക്കെ. ആ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നീക്കുപോക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? കാരണം ആ സമയത്ത്
ഈ കുടുംബവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സാധിച്ചിരുന്നു? അതോ ഇപ്പൊ ഇവിടെ നിന്ന് തങ്ങൾ ഇടപെട്ടതിന് ശേഷമാണോ ആ കുടുംബവുമായിട്ട് നമുക്കൊരു ആക്സസ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ 2020 നമ്മൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുൻപുള്ള സമയത്താണ് നിങ്ങൾക്കറിയാം അവിടെ സിവിൽ വാർ ആയിരുന്നു. സിവിൽ വാർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കോടതി നമ്മുടെ എംബസി അവിടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും നിയമസഹായം പോലും നിമിഷയ്ക്ക് ലഭിച്ചിരുന്നില്ല. കൃത്യമായിട്ട് വിധി വന്നതുപോലും വളരെ വൈകി അറിയുന്ന സ്ഥിതിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. 2020 ഇവിടെ നമ്മുടെ നാട്ടിലെ ഞങ്ങളെപ്പോലെ പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ അറിയിച്ചതിൻ്റെയും ചില മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്നത്തെ ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുകയും ഒരു ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരമായ ഇടപെടലുകൾ, അത് കുടുംബവുമായിട്ട് നേരിട്ട് നമുക്ക് ആക്ഷൻ കൗൺസിൽ എന്ന നിലയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല. പക്ഷേ പല രീതിയിൽ പല ആളുകൾ മുഖേനയൊക്കെ നമ്മൾ ചില അഭിപ്രായങ്ങൾ, പക്ഷേ വളരെ ശക്തമായി ഇപ്പോഴും ഏറ്റവും ഒടുവിലും നിങ്ങൾ ഈ കാണുന്ന പ്രതിസന്ധി തുടക്കം മുതലേ നമുക്കുണ്ടായിരുന്നു. കുടുംബവുമായിട്ട് നേരിട്ട് ഇടപെട്ട് അത് ഇടപെടുന്നില്ല. പക്ഷേ അവിടുത്തെ ഷെയ്ഖുമാരും മറ്റുമായിട്ടൊക്കെ ഇടപെട്ട് പ്രാഥമികമായ ചർച്ചകളും ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ അതിന് ഫലപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല. ഒരു ക്രെഡിറ്റും വേണ്ട. ഈ പാവപ്പെട്ട പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ ആർക്ക് വേണമെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ. വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. ഈ മർക്കസിൻ്റെയും ഉസ്താദിൻ്റെയും സാന്നിധ്യവും സഹായവും ഒരിടത്തും പരാമർശിക്കാതെ പോയ വാർത്തകളും ദയവ് ചെയ്ത് നിങ്ങളത് പിന്നെ ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കുള്ള അവസരം ഉണ്ടാക്കി. അല്ല, ഇതിൽ എന്താ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ മാധ്യമങ്ങളുടെ ഒരു സഹായം തുടക്കം മുതലേ നമുക്ക് വലിയ രീതിയിലുള്ള സഹായം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പല നെഗറ്റീവ് വാർത്തകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾ, ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്ന നെഗറ്റീവ് വാർത്തകൾ ഇതിനെ വലിയ രീതിയിൽ ബാധിക്കും. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്നും അറിയാത്ത നൂറുകണക്കിന് ആളുകൾ നിശബ്ദരായി ഇതിനു വേണ്ടിയിട്ട് പല കാലത്തായിട്ട് പ്രവർത്തിച്ചവരാണ്. അവരാരും ഇതിനെ ക്രെഡിറ്റ് എടുത്തവരല്ല. നമ്മളൊക്കെ തന്നെ 5 വർഷമായിട്ട് നിങ്ങൾ ചിലപ്പം ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നത്. സാമുവൽ ജോൺ. പക്ഷെ അല്ല, നിങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ റോള് വഹിക്കുന്നുണ്ട്. അതാണ്. പക്ഷെ അതിപ്പോൾ അതൊരു പ്രശ്നമാക്കി നിങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. ആ മിഷനെ അല്ല, അതിനുള്ള പ്രചരണം കൊടുക്കാതിരിക്കാനുള്ള ഒരു മിതത്വം ഈ വാർത്തയിൽ കാണിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. പ്രതിരോധിക്കാൻ ഒരു ഫൈറ്റിങ്ങിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ അവിടെ യമനിലെ സാഹചര്യം വെച്ച് ഞങ്ങൾക്ക് അവിടെ ഇടപെടാനുള്ള ഒരു പരിമിതിയുടെ പുറത്താണ് സാമുവൽ ജെറോം എന്ന് പറയുന്ന അവിടെയുള്ള വ്യക്തിയെ ഞങ്ങൾ ഇത്രയും കാലം ഡിപ്പെൻഡ് ചെയ്തു പോയത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് $40,000 ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും തെണ്ടിപ്പിരിച്ച് നെഗോഷിയേഷൻ ഫണ്ട് എന്ന നിലയ്ക്ക് ഞങ്ങൾ സമാഹരിച്ച് നൽകിയത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ചുമതല നൽകി എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ എല്ലാ പരമാധികാരിയെയും എവിടെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഓരോ സംഭാഷണവും, മീഡിയകളോടുള്ള സംഭാഷണവും ഈ നെഗോഷിയേഷനെ യമനിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് യമനിൽ നിന്ന് കിട്ടുന്ന വിവരം. കാരണം തള്ളിപ്പറയുന്നതിൻ്റെ കാരണം ഇവിടെയുള്ള പണ്ഡിതന്മാരുമായുള്ള സംസാരത്തെ എവിടെയും അഡ്മിറ്റ് ചെയ്യാതെയുള്ള സംസാരം. ഞങ്ങൾ ആരുടെ പേര് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഉള്ള വസ്തുതയായിട്ട് പറയണം എന്നുകൂടിയാണ് ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അത് സാമൂഹിനോട് ഞങ്ങൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചർച്ചയിൽ ഇവിടെ നമുക്ക് പല രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് സാമൂഹികമായ ചില പ്രതിരോധങ്ങൾ അവിടെയുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. നടത്തിയ ചർച്ചയുടെ ഒരു അംശം പോലും ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഇപ്പം തൽക്കാലം ഇതിൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് ഞങ്ങൾ അത് സാധിക്കുന്നില്ല. അത്